ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് മൈക്കില് സൗണ്ട് കൂട്ടി വെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയാമല്ലോ, ഉച്ചയ്ക്ക് നിങ്ങൾ നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ട്, അപ്പൊ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല രീതിയിൽ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ് ആണോ എന്നതിൽ സംശയിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത്. കേൾക്കാമോ ഞാൻ പറയുന്നത്? ക്ലിയർ ആവുന്നുണ്ടോ? കേൾക്കാത്തൊരു കൈ നോക്കിയേ. ഓക്കെ, അപ്പൊ മനസ്സിലായി, എല്ലാവർക്കും കേൾക്കുന്നില്ല. ഞാൻ കുറച്ചേരം താഴെ വരും, കാരണം നിങ്ങൾക്കും ബുദ്ധിമുട്ട് അടുത്തിങ്ങനെ വെക്കാൻ, എനിക്കും ബുദ്ധിമുട്ട് താഴെ വരും. കാരണം ഇത് അത്രയും ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കാര്യമുണ്ടായിരുന്നു. യെസ്, എന്റെ പേര് പ്രമോദ് എന്നാണ്. ഗവൺമെന്റ് ഓഫ് കേരളയുടെ സിമാറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ റിസർച്ച് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. സിമാറ്റ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് ട്രെയിനിങ്. ഇറ്റ് ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ഡെവലപ്പിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ദ പോളിസീസ്, എഡ്യൂക്കേഷണൽ പോളിസീസ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള. സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ പ്ലാൻ ചെയ്യുകയും അതിനെ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഏജൻസിയാണ് സിമാറ്റ്. അപ്പൊ അവിടെ ഇങ്ങനത്തെ സെമിനാറുകളിലെ ഇൻപുട്സ് കൂടെ അവിടെ എടുക്കും. എന്നിട്ടായിരിക്കും അടുത്ത അല്ലെങ്കിൽ ഇനി വരുന്ന പോളിസീസിന് രൂപം കൊടുക്കുക. റൈറ്റ്. ആർ വിമൻ ആൻഡ് മെൻ ഈക്വൽ? ദിസ് ഈസ് എ ഇന്ററാക്റ്റീവ് സെഷൻ. ഞാൻ പറയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യല്ല, നിങ്ങൾ പറയും. ഓക്കെ ആണോ? വിമൻ ആൻഡ് മെൻ ഈക്വൽ ആണോ? ആൻസർ യെസ്. എത്ര പേര് അത് പറയുന്നു? നോക്കാം, ഇതെടുക്കാം. ഒന്ന് സർവേ 1 2 3 4 5 6 7. ഇവിടെ നൺ ഓഫ് ദ എബോവ് ഇല്ല കേട്ടോ. ഇലക്ഷന് നമുക്ക് നൺ ഓഫ് ദ എബോവ് ഓപ്ഷൻ ഉണ്ട്, ഇവിടെ നൺ ഓഫ് ദ എബോവ് ഇല്ല. ഒന്നീ യെസ് ഇല്ലെങ്കിൽ നോ ആണ്. അപ്പൊ യെസ് ഉള്ളത് പറ്റിയേ വിമനും മെന്നും ഈക്വൽ ആണ്. റൈറ്റ്, വെരി ഗുഡ്. നോ പറയുന്ന ആൾക്കാരോ? ഇവിടെ തന്നെ നമുക്കൊരു വ്യത്യാസം. വിമനും മെന്നും ഈക്വൽ അല്ല. വെൽക്കം ബാബു സർ. യെസ്. അപ്പൊ വിമനും മെന്നും ഈക്വൽ അല്ല എന്ന് പറയുന്ന ആൾക്കാർ നേർക്കാൻ എന്തോ ചെയ്യുന്നത്? ഈക്വൽ അല്ലെന്ന് പറയാൻ കാരണം വൈ? സോഷ്യൽ റിയാലിറ്റി. വെരി ഗുഡ്. വേറെ വൈ? ഫിസിക്കലി they are not equal. I go with the second group. ഏത്? ട്രീറ്റ്മെന്റ് we are getting. അതുകൊണ്ട് നോ. റൈറ്റ്. ഞാൻ രണ്ടാമത് പറഞ്ഞ ഗ്രൂപ്പിനോട് objection. Why? Sure, I agree. Every point is taken. Biologically, physiologically, sociologically, women have greater roles than men. ആണുങ്ങളെക്കാട്ടി കൂടുതൽ റോളുണ്ട്. പിന്നെ എങ്ങനെ ഈക്വൽ എന്ന് പറയും? ഞാൻ പറയുന്നു, നേരത്തെ നമ്മൾ രാവിലെ സന്ധ്യാഗാനം പറഞ്ഞത് മുതൽ വരികയാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാട്ടി കൂടുതൽ റോളുണ്ട്. ഞാൻ അതുകൊണ്ട് ഒരിക്കലും സ്ത്രീകൾ പുരുഷനും ഈക്വൽ എന്ന് പറയില്ല. ബിക്കോസ് women are superior to men. This is because I am a man. I agree. കാരണം എനിക്ക് സ്ത്രീകൾ ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അറ്റ്ലീസ്റ്റ് aren't they entitled for at least an equal status? കൂടുതൽ റോൾസ് ഉള്ള ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഈക്വൽ സ്റ്റാറ്റസ് എങ്കിലും കിട്ടണ്ടേ? ഏൻഷ്യൻ ഇന്ത്യ പറഞ്ഞിരുന്നു, എത്ര നാര്യസ്തു പൂജ്യന്റെ രമത്തെ അത്ര ദേവത. എവിടെ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ നിന്നുവല്ലോ. അതേ രാജ്യത്താണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന്. ഓക്കെ,
സ്റ്റാറ്റസ് ഓഫ് വിമൻ ഇൻ കണ്ടംപററി സൊസൈറ്റി. ഞാൻ പറയുന്നത് എതിർപ്പുണ്ടെങ്കിൽ അപ്പൊ തന്നെ you can raise your hand and object. Okay. Women is a product in a consumerist society. ഇത് കൺസ്യൂമറിസ്റ്റ് സൊസൈറ്റി. ഇത് രാവിലെ പറഞ്ഞ ചർച്ചകളാണ്. ബേസിക്കലി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് സാധനം ഫുൾ മാറ്റി. കാരണം അതുകൂടെ രാവിലെ പറഞ്ഞു ഞാൻ ഇതിപ്പോ ഉണ്ടാക്കിയതാണ്. രാവിലെ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിൽ കിട്ടാൻ വേണ്ടി ഇപ്പൊ മാറ്റി ഉണ്ടാക്കിയതാണ്. Violence against women is basically due to this consumerist perspective. Agree? Right. She is expected to have no desires, no expectations, no fantasies. Okay. Her beauty, her tender feelings are all consumed. Right. She is just a product, isn't it? Agree? No role in decision making, be it in family, society. Even she can't make decisions for herself. Okay. In bed, does she have any role? She is a slave, isn't it? And good explanation. Who is to blame for all this? സ്ത്രീകൾ തന്നെ എന്ന് പറയുന്നു. ഓക്കെ, വിമൻ ആണെന്ന് പറയുന്നു. പിന്നെ തീർച്ചയായിട്ടും സ്ത്രീകളുണ്ട്. പിന്നെ പാട്രിയാർക്കൽ സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റി. നിങ്ങൾ പറഞ്ഞ 3 ആൻസറുകളോടൊപ്പം നോക്കിയേ. കിട്ടിയോ? ഓക്കെ. വാട്ട് ആർ ദ കോസസ്? ഇത് ഞാൻ ആൻസർ തരില്ല. ഇറ്റ്സ് ഫോർ യു. എന്താ കോസസ്? നമുക്കറിയാം. ഒന്ന്, ഞാൻ പറഞ്ഞില്ല, ബിക്കോസ് ഐ ആം എ മാൻ. ഇറ്റ് ഈസ് ഫോർ യു ടു സേ. എന്താ? ഒന്ന് എഡ്യൂക്കേഷൻ ആണ്. കാരണം BJP ആൾക്കാരെ അതിന്റെ ഒരുപാട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ചൂഷണം ചെയ്യുന്നുണ്ട്. പിന്നെ സോഷ്യൽ കോസസ്, റിലീജിയസ് കോസസ്, കൾച്ചറൽ കോസസ്, പിന്നെ എക്കണോമിക് കോസസ്. ഇതൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ നമ്മൾ രാവിലെ സ്പർശിച്ച് പോയതാണ്. അതുകൊണ്ട് ഞാൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി some contemporary dangers for women these days other than the conventional ones. Conventional ones നമുക്കറിയാം. dangers എവിടെയൊക്കെയാണ് അറിയാം. ഇത് നിങ്ങൾ പറഞ്ഞു നോക്കി. ഫേസ്ബുക്ക് വേറൊരു പേരുണ്ട്. ഇപ്പോ എന്താ ഫേക്ക്? എന്തുകൊണ്ടാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്? Because 80% of profiles in Facebook are fake. ഇത് അറിയാം എല്ലാവരും. എന്നിട്ടും പോയി ഫണ്ട് റിക്വസ്റ്റ് ഇടും, അക്സെപ്റ്റ് ചെയ്യും, ചാറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സൈബർ സെൽ വിഭാഗത്തിന് പണിയും. അവരൊരു ലെവലെത്തുമ്പോഴത്തേക്കും അവിടെ പരാതി. അറിയാം ഇതൊക്കെ ചെയ്യുന്നതാണ്. ഒന്നും അറിയാത്ത കുട്ടികളല്ല. കുട്ടികൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നല്ല നിലയും ജോലിയും പദവിയും ഒക്കെയുള്ള കുടുംബിനികൾ ഉൾപ്പെടെ. ഫേസ്ബുക്ക് ഈസ് ഗുഡ് ഇൻ മെനി വേസ്. ഇപ്പൊ എനിക്ക് തന്നെ എന്റെ KG ക്ലാസ്സിൽ എന്റെ കൂടെ പഠിച്ച 20 പേരെ ഫേസ്ബുക്കിൽ കിട്ടി. That's fine. But majority of the profiles are fake. ഇത് കുട്ടികൾക്ക് വേണ്ടിയാണ് കൂടുതലും ഞാൻ ഉദ്ദേശിച്ചത്. മിസ്ഡ് കോൾസ്, റോങ് നമ്പേഴ്സ്. ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണല്ലോ. ഇതിന്റെ പിന്നാലെ പോവുക, എത്തിപ്പിടിക്കും. ലവ്, കെയർ. ഇന്നത്തെ ഈ ചൂഷണം ചെയ്യുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു പെൺകുട്ടിയെ ഇല്ല ഒരു സ്ത്രീയെ വശത്താക്കാനുള്ള ഏറ്റവും നല്ല ആയുധം അവളോട് സ്നേഹം നൽകുകയാണ്, അവളെ കെയർ ചെയ്യുകയാണ്, അവളോട് നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ്. അയ്യോ എന്ത് നല്ല മനുഷ്യൻ. സ്കൂൾ ലെവലിലും പൊളിറ്റിക് ലെവലിലും ഒക്കെ ചൂഷണങ്ങൾക്ക് ഇടയാക്കുന്നത് ഈ ഒരു സാധനമാണ്, സ്നേഹം. സ്നേഹത്തിന്റെ മുമ്പിൽ നമ്മൾ സ്ത്രീകൾ പൊതുവെ പതറിക്കുന്നു. സ്നേഹം കൊണ്ട് ഏത് സ്ത്രീയെയും കീഴ്പ്പെടുത്താം. അത് ഈ പറഞ്ഞ ചൂഷണന്മാർക്കൊക്കെ വ്യക്തമായിട്ടും അറിയിച്ചു. ഇനി വേറെ കണ്ടംപററി ചേഞ്ചസ് വേറെ ഏതൊക്കെയാണ് നിങ്ങൾക്കുള്ള? വേറെ എന്തുണ്ട്?
എനിക്ക് കിട്ടിയ പോകുന്നതിനായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്കുണ്ടാകുന്ന അഡ്വൈസ്. ഇത് ഫേസ്ബുക്കിൽ കിട്ടിയ വാചകം തന്നെയാണ്. സം പീപ്പിൾ കം ഇൻ യുവർ ലൈഫ് ആൻഡ് ലീവ് ഫുട്പ്രിന്റ്സ് ഓൺ യുവർ ഹാർട്ട്. ചില ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ കാൽപ്പാടുകൾ ഇട്ടുപോകും. പക്ഷെ ചില ആൾക്കാർ ഫുട്പ്രിന്റ്സ് ഓൺ ദെയർ ഫേസ്. ചില ആൾക്കാരുണ്ട് അവരുടെ മുഖത്ത് നമുക്ക് കാൽപ്പാടുകൾ പതിപ്പിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും കാൽപ്പാടുകൾ പതിപ്പിക്കാൻ ചെയ്തില്ലെങ്കിലോ അവിടെയാണ് നമ്മൾ അടുത്ത യു കനോട്ട് കൺട്രോൾ ഓൾവേസ് പീപ്പിൾ ഹു വാക്ക് ഇൻ യുവർ ലൈഫ്, but you can control which window to throw them in. അല്ലെ യൂസ്ലെസ് പീപ്പിൾ, യൂസ്ലെസ് ആൾക്കാരെ പുറത്ത് തട്ടിക്കളയാനുള്ള ഏതാണ് വഴിയെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും you can decide. It's in your hands. ഇനി what about the licenses given to males? ആണുങ്ങൾക്ക് കൊടുത്ത ലൈസൻസോ? യെസ്, ഞാൻ കുറച്ച് ഫ്രാങ്ക് ആയിട്ട് accept or not accept. ഇത് സമൂഹം ആണുങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ലൈസൻസ് ആണ്. ലൈസൻസ് ടു ഗീവ് ടീസ്. പൂവാല ശല്യം, കമൻകളി, molest, assault, kick. അടുത്തത് അതുമായിട്ടൊരു സമാനമായ വാക്കാണ്. ലൈസൻസ് ടു സെൽ, വിൽപ്പനച്ചരക്കാർ, ടു കിൽ അല്ല, ടു റേപ്പ്, ടു അബ്യൂസ്, മിസ്യൂസ്. ഇത് സമൂഹത്തിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമൂഹം പുരുഷന്മാർക്ക് പതിവ് തന്നിരിക്കുന്ന ലൈസൻസ് ആണ്. അഗ്രി അംഗീകരിക്കുന്നുണ്ടോ? പക്ഷെ ഇതൊക്കെ സംഭവിക്കുന്നില്ലേ? പത്രങ്ങൾ ഇതൊക്കെ സംഭവിക്കുന്നില്ലേ? ഓക്കെ, നമുക്ക് തൽക്കാലം let us talk about something else. മറ്റു ചില കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. Let us go for a journey. ഒരു യാത്ര, നമ്മൾ പോകുന്ന യാത്ര ഈ ബസ്സിലാണ്. ആ ബസ്സിലായിരിക്കും നമ്മുടെ യാത്ര. നിങ്ങളാണ് പോകുന്നത്. ബേസിക്കലി നിങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്കാണ് പോകുന്നത്. ആ ബസ്സിന്റെ മുൻവശം ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയാണ് സങ്കല്പിക്കുന്നത്. ആ യാത്രക്കിടയിൽ നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തിനെ അടിച്ചവശനാക്കി ഒരു മൂലയിലിടാം. നിങ്ങൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടേക്കാം. നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ പുറത്തെടുത്ത് വിട്ടേക്കാം. നിങ്ങളെ മരിക്കുവാനായി നിങ്ങളെ റോഡിൽ വിട്ടേക്കാം. ഏത് സംഭവമാണ് ഞാൻ പറയുന്നത് അറിയാം അല്ലേ? ഏത് സംഭവം? ഡൽഹി സംഭവം. ഏത്? ഡിസംബർ 16, 2012. 13 ദിവസത്തിനാം സിംഗപ്പൂരിന്റെ ഹോസ്പിറ്റലിൽ ആ ഇന്ത്യ മരിച്ചു. ആ കുട്ടിയുടെ പ്രൊസഷനാണ്. How did the nation react? എന്ത് ചെയ്തു? കംപ്ലീറ്റ് നാട് മുഴുവൻ ഇളക്കിയുള്ള സമരമാണ് അല്ലേ? നേഷൻ came to a standstill. What about your reaction? നിങ്ങൾ എന്ത് ചെയ്തു? ഇത് ചില ആൾക്കാരെങ്കിലും ഫേസ്ബുക്കുള്ള ആൾക്കാർ കറുത്ത പടം ഇട്ടിട്ടുണ്ടാവും ഇല്ലേ? ചില ആൾക്കാരെങ്കിലും മെഴുകുതിരി കത്തിച്ചിട്ടുണ്ടാവും. ചില ആൾക്കാരെങ്കിലും സെമിനാറുകളിൽ പങ്കെടുത്തിട്ടുണ്ടാവും. ചില ആൾക്കാരെങ്കിലും സ്കൂളുകളിലും കോളേജുകളിലും കൂട്ടായ്മകളിൽ പങ്കെടുത്ത് ഇതിനെതിരെ ഓരോ പ്രസംഗിച്ചിട്ടുണ്ടാവും ഇല്ലേ? നമ്മളെല്ലാവരും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. വി എക്സ്പ്രസ് സോളിഡാരിറ്റി വിത്ത് ദ വിക്ടിം. ആ ഇരയോട് നമ്മൾ നമ്മുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. If we act, there are results. അതുകൊണ്ട് പെട്ടെന്ന് നിയമം അതിന്റെ വശത്ത് പോയി അവരെ ശിക്ഷിച്ചു. പെട്ടെന്ന് നിയമം പോയി. സാധാരണ 10-15 വർഷം എടുക്കുന്ന നിയമ നടപടികൾ പെട്ടെന്ന് ആക്കി കഴിഞ്ഞാൽ വരാം. ഒരു കേസുണ്ട്, ഞാൻ ഇതിന്റെ